PMA Ghafoor Sahib. Please. അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ സെക്രട്ടറി മിസ്റ്റർ മിൻഹാസ്. അതോടൊപ്പം തന്നെ നമ്മുടെ കരുത്തനായ ട്രഷറർ മിസ്റ്റർ ഫാരിസ്. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഒരു കിരായത്തോടുകൂടി കിരായത്തിന് വേണ്ടി ക്ഷണിക്കുന്നു യാസർ, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഷഫീഖിൻ്റെ മകൻ. യാസർ ആൾക്കാർ ഇല്ലായിരിക്കും പിടിയിലായിരിക്കും മക്കളെ ഓടല മുന്നേ بسم الله الرحمن الرحيم يا أيها الناس إن كنتم في ريب من البأس فإنا خلقناكم من ذكر أو أنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله غفور رحيم. ജസാക്കല്ലാഹു ഖൈറൻ യാസർ. ഒന്ന് കുട്ടികളോട് ശബ്ദം കുറയ്ക്കാൻ പറയണം രക്ഷിതാക്കൾ. ബാക്കിലുള്ളവർ ഒന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്നവർക്ക് ബാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്തതായി ഞാൻ ക്ഷണിക്കുന്നു സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ഈ മയ്യടി മജ്‌ലിസ് 2025 കൺവീനർ കം വൈസ് പ്രസിഡന്റ് മിസ്റ്റർ റാഷിദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് റിസ്വാൻ ചാലക്കര, തിരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രാസംഗമായ ജനാബ് PMA ഗഫൂർ സാഹിബ്, MMAയുടെ ജനറൽ സെക്രട്ടറി മിൻഹാജ്, ട്രഷറർ ഫാരിസ് മൊയ്തു, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട MMWയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും വൈകിയത്. 7:30 ആരംഭിക്കേണ്ടത് 1 മണിക്കൂർ വൈകി. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഷോർട്ട് കട്ട് ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം 33 വർഷമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്മിറ്റിയുടെ ഒരു ചിരകാല സ്വപ്നമായ ഒരു പ്രോജക്റ്റ് അത് നമ്മുടെ നാട്ടിൽ വരികയാണ്. അതിനെക്കുറിച്ചൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളോട് സംസാരിക്കും.
ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ഈ പരിപാടിയുടെ കൺവീനർ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ഓതുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന PMA ഗഫൂർ സാഹിബിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്ത പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. അതേപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചിന്തകളും വ്യക്തിത്വ വികസനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പുസ്തകങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ സമൂഹത്തിൽ വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. മലയാളികൾക്കിടയിൽ ആത്മവിശ്വാസം, കുടുംബ ബന്ധങ്ങൾ, വിവാഹം, വ്യക്തിത്വ വികസനം എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. വേട്ടുനിൽക്കാൻ ഇണകൾ ആഴവും മധുരവും എന്ന പുസ്തകം വിവാഹത്തെക്കുറിച്ചുള്ള ഗണ്യമായ ചിന്തകൾ ഉൾക്കൊള്ളുന്നതാണ്. ഗഫൂർ സാഹിബിൻ്റെ പ്രസംഗങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ആശയവിനിമയം സൃഷ്ടിക്കുകയും വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഖത്തർ മലയാളി സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ സ്നേഹം ഒരു അഭയം എന്ന വിഷയത്തിൽ ആ പ്രസംഗം സൗഹൃദത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾ പങ്കുവച്ചതായിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിൽ സജീവമായ ഗഫൂർ സാഹിബ് തൻ്റെ അനുയായികളുമായി ദൈനംദിന പ്രചോദനാത്മകമായ സന്ദേശങ്ങൾ പങ്കുവെക്കുകയാണ്. PMA ഗഫൂർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ മലയാള സമൂഹത്തിൽ ആത്മവിശ്വാസം, സൗഹൃദം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ പ്രയോജനകരമായ തീരുകയും ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ഗഫൂർ സാഹിബിനെ മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ഈ ജനങ്ങളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഓതുകയാണ്. നന്ദി. അതേപോലെ തന്നെ വേദിയിൽ സന്നിധരായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, സദസ്സിലിരിക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ജഡ്ജ്മെന്റ് നടത്തിയവർക്കും അതേപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി മാഹി കമ്മിറ്റിയുടെ സെക്രട്ടറി മിസ്റ്റർ മിൻഹാജിനെ ക്ഷണിക്കുന്നു. Bismillahirrahmanirrahim. Alhamdulillah. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. In uridu illa al-islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. സ്നേഹം നിറഞ്ഞ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ മാഹി തലശ്ശേരി നിവാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MMW ദോഹ ഖത്തറിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രവേശിച്ചതിന് ശേഷമുള്ള നമ്മുടെ മഹല്ല് സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എളിയ സ്വീകരണം ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷത്തിൽ സ്നേഹം ചൂണ്ടകൾ നേരുന്നു. മാഹി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 33 വർഷമായി കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമ്മൾ സദസ്സിലുള്ള ആളുകൾ വിശദീകരിക്കുന്നതായിരിക്കും. കമ്മിറ്റിയെ പറ്റി പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എൻ്റെ വാക്കുകൾ അത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ അടുത്ത കർമ്മത്തിലേക്ക് കടക്കാൻ വേണ്ടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു മിൻഹാജ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ പോകുന്നത് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ റിസ്വാൻ ചാലക്കര. Thank you. Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. Wassalatu wassalamu ala rahmatil alamin wa ala alihi wa sahbihi ajma'in. Amma ba'd. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന
വ്യക്തിത്വങ്ങളെ, നമ്മുടെ മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ഇളയ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലുടനീളം അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ സാഹിബ്, അതേപോലെ പ്രിയങ്കരനായ സെക്രട്ടറി മിൻഹാജ്, നമ്മുടെ കൺവീനർ ആഷിഫ് മാഹി, ട്രഷറർ ഹാരിസ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാഹി, തലശ്ശേരി, ഇതര പ്രദേശങ്ങളിലെല്ലാം സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എനിക്കറിയാം നിങ്ങളൊക്കെ കാതോർത്ത് കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ PMA ഗഫൂർ സാഹിബിൻ്റെ വാക്കുകൾക്കാണ്. എന്നിരുന്നാലും 33 വർഷത്തിൻ്റെ കാലയളവിൽ മാഹി ഇതര പ്രദേശങ്ങളിൽ നമ്മുടെ മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ പ്രാവർത്തികമാക്കുന്നതായ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം നാട്ടിലെ പല മേഖലകളിലും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ എന്നും കൂടെ ഒരു അത്താണിയായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വളരെ കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു നമുക്ക് സ്വന്തമായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ ഒരു നല്ല ഒരു ബിൽഡിംഗ് പണിയുവാൻ, മാഹിയിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ സ്വന്തമായി സ്ഥലം വാങ്ങിച്ചു നല്ലൊരു ബിൽഡിംഗ് പണിതുകൊണ്ട് ഒരു തൊറാപ്പി സെൻ്റർ പഠിച്ചവൻ്റെ ആഹ്വാനമായ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ ശിലാകർമ്മം ഇന്നലെ നമ്മുടെ ഈ പൂർവികന്മാരായിട്ടുള്ള നാട്ടിലെ പ്രതിനിധികൾ നിർവഹിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സുഹൈൽ മനോളിയുടെ പ്രതിപാദിക്കുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഈ സമയത്ത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും മേലിലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നന്ദി പ്രകാശിക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ വെറുപ്പിൻ്റെ കാലത്ത് നന്മയുടെ മൊഴിമുത്തുകളാൽ കേരള ജനതയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഗഫൂർ സാഹിബിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അതിനുവേണ്ടി MMWയുടെ പ്രസിഡന്റ് മിസ്റ്റർ റിസ്വാനെ ക്ഷണിലേക്ക്. അടുത്തതായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൈൽ മനോളി. നമ്മുടെ പെരിങ്ങാടിയിലെ ഉയർന്നു വരുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികൾ ഒന്ന് ശബ്ദം കുറക്കണം, പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ഒരുപാട് കാലത്തെ
സ്വപ്നമാണ് നമ്മുടെ നാട്ടിലൊരു പ്രൊജക്റ്റ് എന്നുള്ളത്. അത് അടുത്ത കാലത്തായിട്ട് അത് ഓരോ സ്റ്റെപ്പുകളായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കുറ്റിയടിയായിരുന്നു ഇന്നലെ നമ്മുടെ പെരിങ്ങാളിയിൽ ഒളവിലത്ത് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണി ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു പ്രൊജക്റ്റ് എന്താവണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിലെ എക്സിക്യൂട്ടീവിൻ്റെ മനസ്സുകളിൽ പല കാലങ്ങളായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പല സ്റ്റഡിയും നടത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് നമ്മുടെ നാട്ടിലെ ആവശ്യം ഒരു തെറാപ്പി സെൻ്ററാണ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ ഗഫൂർ സാഹിബിൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു. ഗഫൂർ സാഹിബിൻ്റെ മകനെ മൂവരെ സ്കൂളിലേക്ക് എപ്പോഴും കൊണ്ടാക്കൽ കാറിലാണ്. അപ്പോൾ ആ മകന് ആ കാറ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടത്താൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. മകൻ എപ്പോഴും പറയാറ് സ്കൂളിൻ്റെ പുറത്ത് കാറ് കടത്താൻ അനുവാദമില്ല എന്നുള്ളതാണ്. പിന്നീട് ഗഫൂർ സാഹിബ് മനസ്സിലാക്കി അവിടെ ഒരുപാട് കാറുകൾ കണ്ടപ്പോൾ മകനോട് ചോദിച്ചല്ല, ഉള്ളിൽ ഒരുപാട് കാറുകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ എന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ മകൻ പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയസ്പർശമാണ്. അതായത്, അബ്ബാ, എൻ്റെ ചങ്ങാതിമാരിൽ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പം ഞാനൊരു കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ആവണ്ട എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ മക്കൾ കളിച്ചും ചിരിച്ചും 4 വയസ്സിൽ ഖുർആൻ ഓതിയും 3-ാം വയസ്സിൽ പാട്ടുപാടിയും 5-ാം വയസ്സിൽ അവർ റീൽസിൽ അഭിനയിച്ച് നടക്കുമ്പോൾ ഒരു മാതാവ് ഞങ്ങളോട് പറഞ്ഞത്, 6 വയസ്സുള്ള മാതാവ് എന്നോട് പറഞ്ഞത്, എൻ്റെ മകന് എന്നെ ഒന്ന് ഉമ്മ എന്ന് വിളിച്ച് കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവനക്ക് പ്രസവിച്ച മുതലേ അവന് ഉമ്മ എന്ന 2 അക്ഷരം അവൻ വിളിച്ചിരുന്നില്ല. അങ്ങനെ പല ഡോക്ടറും അവർ പോയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്പീച്ച് തെറാപ്പിക്ക് ഒരു സെഷന് 500 രൂപ വേണം. അവിടെ പോകാൻ 250 രൂപ വേണം. അപ്പം ഒരു ദിവസം 750 രൂപ ചെലവാണ് ഒരു സ്പീച്ച് തെറാപ്പി സെഷൻ കിട്ടാൻ വേണ്ടി. 1000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ആ കുടുംബത്തിന് 750 രൂപ കൊടുക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ഒരു കുടുംബം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 2 പെൺമക്കളാണ്. വളരെ ദരിദ്ര ഫാമിലിയാണ്. 2 പെൺമക്കളെ കിട്ടിയപ്പോൾ വളരെ സന്തോഷിച്ചു. ഒരു കുട്ടി വളർന്നു വലുതായി, 2 കുട്ടികൾ വളർന്നു വലുതായി. ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. പല കമ്മിറ്റികളും സഹായിച്ച് കല്യാണം കഴിഞ്ഞു. അങ്ങനെ 2ാമത്തെ കുട്ടിയുടെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ കുട്ടിക്ക് 2 ഇരട്ട കുട്ടികൾ പ്രസവിച്ചു. 2 ഇരട്ട കുട്ടികൾ പ്രസവിച്ചപ്പോൾ മൂത്ത കുട്ടിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവർ പറഞ്ഞു, കുടുംബം പറഞ്ഞു, മൂത്ത കുട്ടിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അള്ളാഹ് കനിഞ്ഞ് നൽകിയതാണ്. പക്ഷെ പിന്നീട് അവർ വലുതാകുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഈ കുട്ടികൾക്ക് നടക്കാൻ കഴിയില്ല. ഈ കുട്ടികൾക്ക് നടക്കാൻ വയ്യ. ഈ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം. ഇതിനും വേണം തെറാപ്പി. പല തെറാപ്പികൾ വേണം. സ്പീച്ച് തെറാപ്പി വേണം, ഒക്യുപേഷണൽ തെറാപ്പി വേണം, അങ്ങനെ പല രീതിയിലുള്ള തെറാപ്പി വേണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ തെറാപ്പി കൊടുക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. ഒരുപാട് കാശ് വേണമെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഈ തെറാപ്പി സെഷന് വേണ്ടി പങ്കെടുക്കുകയും വേണം. ഈ ദരിദ്ര ഫാമിലി പെരിയാരത്തും പല സ്ഥലങ്ങളിലും കാണിച്ചു. പിന്നെ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ തെറാപ്പി അവിടെ വെച്ച് നിർത്തി. അങ്ങനെയാണ് നമ്മുടെ തലശ്ശേരിയിൽ ഒരു സ്ഥാപനത്തെ പറ്റി അറിയുകയും ആ സ്ഥാപനത്തിൽ പോയി തെറാപ്പി ചെയ്യുകയും സൗജന്യമായിട്ട് അവർ തെറാപ്പി ചെയ്തു കൊടുക്കുകയും ഒരു 8 വയസ്സ് ആയപ്പോഴേ അവരെ ഉമ്മറത്തുനിന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ എന്തിനു പറയുന്നു, നമ്മുടെ സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് എന്താ ചെയ്യാന്ന് പറയാം, ബാക്കിലത്തെ ബെഞ്ചിൽ ഇട്ടു. എന്തുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്തത് എന്ന് അവർ ശ്രദ്ധിക്കാറില്ല. ഒരു ടീച്ചർ പറഞ്ഞത് അവർക്ക് ബിയും ഡിയും അറിയിക്കണം. അവനോട് ബി പറഞ്ഞാൽ അവന് ഡി എഴുതും,
അവരോട് ഡി എഴുതാൻ പറഞ്ഞാൽ അവർ ബി എഴുതും. ആക്ച്വലി അത് ആ കുട്ടിയുടെ പ്രശ്നമായിരുന്നില്ല, ലേണിംഗ് LDയുടെ പ്രശ്നമായിരുന്നു, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സോ മാതാപിതാക്കളോ ശ്രമിക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ മാഹിയിൽ, നമ്മുടെ പെരിങ്ങാടിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം വീടിനുള്ളിൽ അടങ്ങിക്കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചു നമുക്ക് വേണ്ടത് മാഹിയിൽ നമ്മുടെ നാട്ടിൽ ഒരു തെറാപ്പി സെൻ്ററാണ്. അതിൻ്റെ പ്രവർത്തനം ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് 1,37,000 അതിൽ 37 ലക്ഷം കൊടുത്തിട്ടാണ് ഇപ്പോഴും സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ഇനിയൊരു 95 ലക്ഷം നമുക്ക് വേണം. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറിൽ നിന്നും നമുക്ക് ഒരു 25 ലക്ഷത്തിൻ്റെ സംഭാവനയായിട്ട് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണം ഒരുപാട് തുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ വീടുകളിൽ തെറാപ്പിയൊന്നും ഇല്ലാതെ, സംസാരിക്കാൻ വഴിയാതെ, നടക്കാൻ വഴിയാതെ ഉള്ള കുട്ടികളൊക്കെ അവർക്ക് പിച്ച വെക്കാനും ഇതുപോലെയുള്ള മാതാപിതാക്കൾക്ക് ഉമ്മ അല്ലെങ്കിൽ പിതാവിന് ഉപ്പ എന്ന് വിളിച്ച് കേൾക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ കേൾക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനകൾ നമുക്ക് നൽകി ഇതുമായി സഹകരിക്കണം. നിങ്ങളുടെ മുന്നിൽ ഇതുമായിട്ടൊരു സ്ലിപ്പ് വരുന്നതായിരിക്കും. ആ സ്ലിപ്പിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന എമൗണ്ടുകൾ എഴുതി അതിൻ്റെ ആളുകളെ ഏൽപ്പിക്കാൻ വേണ്ടി വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ QR കോഡ് കൂടെ അതിലുണ്ട്. നിങ്ങൾക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ എഴുതാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി എല്ലാവരും മാനസികമായും സാമ്പത്തികമായും സഹായം നൽകണം. നിങ്ങളുടെ ദുആയിൽ ഈ ഒരു പ്രൊജക്റ്റിനെയും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുട്ടികളെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കറിയാം എല്ലാവരും ഗഫൂർ സാഹിബിന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയൊരു പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കിടക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ലീഡർഷിപ്പ് ഈസ് എ ബർഡൻ. നേതൃത്വം എന്നുള്ളത് ഒരു ഭാരമേറിയ ഒരു ജോലിയാണ്. ആർക്ക് അത് നീതിപൂർവമായും സത്യസന്ധമായും ചെയ്യാൻ തീരുമാനിച്ചവർക്ക് അതൊരു വലിയ ഭാരമേറിയ ജോലിയാണ്. മറ്റു തരത്തിലുള്ളവർക്ക് അത് ചിലപ്പോൾ അധികാരമോ അഹങ്കാരമോ അല്ലെങ്കിൽ തന്നെ ആധിപത്യം കാണിക്കാനുള്ള മാർഗമൊക്കെ ആയിരിക്കാം. പക്ഷെ മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം ഈ നേതൃത്വത്തിൽ ഇരുന്നവർ ഇതുവരെ ഒരു ത്യാഗപൂർണമായ ഒരു ജോലിയാണ് അവർ ഏറ്റെടുത്തത്. അതവർ കംപ്ലീറ്റ് ചെയ്തത്. ഈ നേതൃത്വത്തിലിരുന്ന ഇപ്പോൾ ഖത്തറിലുള്ള മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. വൈകിപ്പിക്കാതെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമായി ഞാൻ സ്റ്റേജിലേക്ക് അൽഫബറ്റിക്കൽ ഓർഡർ ഇവിടെയുള്ള 6 പ്രസിഡന്റുമാരാണ് വിളിക്കുന്നത് ഖത്തറുള്ളത്. ആദ്യമായി ഇവിടെ ഓൾമോസ്റ്റ് 50 ഇയേഴ്സ് പ്രവാസം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെയുള്ള യുവതലമുറക്ക് മാതൃകയായ ഈ കമ്മിറ്റിയെ 2 വർഷം നയിച്ച മിസ്റ്റർ മുബാറക് അബ്ദുൽ ഹാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് അംഗീകാരം നൽകാനായി സാബിനെ നമ്മുടെ പ്രസിഡന്റിനെ റിസ്വാനെ ക്ഷണിക്കുന്നു. അടുത്തതായി 2 കാലയളവിൽ നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റായ കമ്മിറ്റിക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഹെൽപ്പ് ഡെസ്ക് പോലുള്ള പുതിയ കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത അർഷദ് സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അർഷദ് ഹുസൈൻ. അടുത്തതായി ഒരു മുഖപുര ആവശ്യമില്ലാത്ത പേരിനോടൊപ്പം തന്നെ മാഹിയുള്ള ഖത്തറിന്റെ കലാ സാംസ്കാരിക വേദികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നമ്മുടെ കമ്മിറ്റിയെ 2 വർഷം സേവിച്ച ആഷിഫ് മാഹി ക്ഷണിക്കുന്നു. പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയാണ്.
അടുത്തത് കമ്മിറ്റി വിലവേറിയ സംഭാവനകൾ നൽകിയ ഫൈസൽ ചാലഞ്ചാണ്. ഫൈസൽ ചാലഞ്ച് ഇവിടെ ഇല്ല, അതിന്റെ പകരം പലവർക്കും ആ ഉപകാരം വാങ്ങാൻ നന്നായിരുന്നു. അസ്ലം. അടുത്തതായി നമ്മുടെ കമ്മിറ്റിയുടെ കാലത്ത് പാവങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്ന പ്രൊജക്ട് കമ്മിറ്റി എന്നും ഭായിയിലെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന നമ്മുടെ റിജാൽ കിടാരനെ റിജാൽ കിടാരൻ 2 പ്രാവശ്യം നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇനി ശരിക്കായി കിട്ടാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ യങ്ങസ്റ്റ് പ്രസിഡന്റ് ആൻഡ് മോസ്റ്റ് സ്മാർട്ടസ്റ്റ് പ്രസിഡന്റ് സുഹൈൽ മനോളിയെ ഇതുവേണ്ടി ക്ഷണിക്കുന്നു. ക്ഷമാപൂർവ്വം ഇത് കേട്ടുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത പ്രോഗ്രാമിലേക്ക് ആശുപത്രി. അടുത്തതായി നന്ദി പ്രകാശനം വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മുടെ ട്രഷറർ മിസ്റ്റർ ഫാരിസ് മഞ്ചേരി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മായി തലശ്ശേരി നിവാസികൾക്കും നന്ദി പറയുന്നു. അൽഹംദുലില്ലാ കുറച്ച് വൈകിയെങ്കിലും പരിപാടി തുടങ്ങി ഇവിടെ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയ ഗഫൂർ സാഹിബിന്, പിന്നെ ജഡ്ജസായി മലബാർ അടുക്കളയുടെ ടീം, മത്സരത്തിൽ പങ്കെടുത്തവർ, വിജയികൾ, ആർട്ടിം വെന്യൂവിൻ്റെ ഓഫീഷ്യൽസ്, ശബ്ദവും വെളിച്ചവും നൽകിയ മാജി സൗണ്ട്സിൻ്റെ അനീഫ് നവാഫ്, ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് നമ്മളെ സഹായിച്ച മജീദ് നാദാപുരം, പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്പോൺസേഴ്സ് സൈത്തൂൻ റെസ്റ്റോറൻറ്റ്, അൽ ഖിദ്മ മൊബൈൽ, ആസ്റ്റോൺ ആൻഡ് പർബത്ത്, സ്മാർട്ട് യൂണിഫോംസ്, ബ്രാഡ്മ ഗ്രൂപ്പ്, അറേബ്യൻ എക്സ്ചേഞ്ച്, ഫാമിലി ഫുഡ് സെൻറ്റർ, റുമേല ബേക്കറി, മലബാർ ഗോൾഡ്, ഹണി കേക്ക്, ജസ ട്രേഡിംഗ്, ഓട്ടോ പ്രോ ഗാരേജ്, മർസ ഹൈപ്പർ മാർക്കറ്റ്, ടോപ്പിക്സ് കാർഗോ, നെക്സ്റ്റ് ഹോം റിയൽ എസ്റ്റേറ്റ്, സിദ്ര റിയൽ എസ്റ്റേറ്റ്, A to Z പ്രോപ്പർട്ടീസ്, ലിറ്റിൽ ലൂപ്പ്, ലണ്ടൻ ബേക്കറി, ടീ സ്പോട്ട്, പിന്നെ പ്രിയങ്കരനായ മായി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ മുൻ പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹായിക്കുന്ന മിസ്റ്റർ അബ്ദുൽ ബാസിൽ, അബ്ദുൽ ഹർ, റിജാൽ ഖാൻ, റഷീദ്, അബ്ദുൾ റൌഫ് ആൻഡ് ഷാജഹാൻ, ഇവരുടെ വ്യക്തിപരമായും പിന്നെ ഇവിടെ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറ്റു പരിപാടികൾ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏകദേശം ഒരേ നൊസ്റ്റാൾജിയുള്ള ആളുകളുടെ കൂടിച്ചേരലാണ് ഇത്. മാഹിയിലെ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. മാഹിയിലെ ഒരു പുഴയുടെ പേര് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഹിയിലെ ഒരു ഇനീഷ്യൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ എന്തോ ഓർമ്മകൾ കൊളുത്തിയിട്ടിട്ടുണ്ട്.
അപ്പോൾ ഏകദേശം ഒരേ നൊസ്റ്റാൾജിയുള്ള ഒരേ ഓർമ്മകൾ പങ്കിടുന്ന മനുഷ്യരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പണ്ട് നമ്മളെ വീട്ടിൽ 4 കുട്ടികളുണ്ട്. പാപ്പയും ഉമ്മയും. പാപ്പ പകൽ വീട്ടിൽ ഉണ്ടാവില്ല, ഉമ്മയും ഞങ്ങൾ 4 കുട്ടികളും ഉണ്ടാവും. അപ്പം നല്ല മഴയും ഇടിയും ഒക്കെ ഉള്ള സമയത്ത് ഇടി പൊട്ടുമ്പോൾ നമുക്കൊക്കെ പേടിയാവും. നമ്മൾ 4 റൂമിൽ പേടിയാവും എന്ന് ഉമ്മക്ക് അറിയുന്നുണ്ട്. ഉമ്മ എല്ലാവരെയും ഉമ്മാൻ്റെ അടുത്തേക്ക് വിളിക്കും. ഉമ്മാൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. 4 ഉമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തും പുറത്ത് ഇടി പൊട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പേടിയുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ നമുക്ക് നല്ല പേടിയായിരുന്നു. ഉമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പേടിയില്ല. ഇതേപോലെ മാഹിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കെട്ടിപ്പിടിക്കുന്ന ഒരു തണലിൻ്റെ പേരാണ് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. നിങ്ങളെ പേടിക്കാതെ നിർത്തുന്ന ഒന്നാണ്. ഏതൊക്കെയോ ഭയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസമാകുന്നൊരു തണൽ മരത്തിൻ്റെ പേര്. നിങ്ങൾ ആദ്യമായി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്ത ഒരു ദിവസമല്ലേ? ആദ്യമായി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി യാത്ര ചെയ്ത ദിവസം. എല്ലാവരോടും യാത്ര പറഞ്ഞ് കുടുംബക്കാരെയൊക്കെ പോയി കണ്ട് യാത്ര ചോദിച്ച് കുറേ വർഷങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി തയ്യാറായി സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് സങ്കടപ്പെട്ട് പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് എത്തി വിമാനം കയറി നിങ്ങൾ ആദ്യമായി ആ ഗൾഫ് രാജ്യത്തെത്തിയ ഒരു നിമിഷം, വിമാനം ഇറങ്ങിയ നിമിഷം. ഖത്തറിലാകാം, കുവൈത്തിലാകാം, ദുബൈയിലാകാം. ആ ഇറങ്ങിയ നിമിഷം ആ എയർപോർട്ടിൽ നിങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം അപരിചിതമായ മുഖങ്ങൾ. നമുക്കൊരു പരിചയമില്ലാത്ത ഒരു മണ്ണിൽ വന്നിറങ്ങിയ നിമിഷം. നമുക്കൊരു പരിചയമില്ലാത്ത കാര്യങ്ങളാണ് അന്ന് സംഭവിക്കുന്നതൊക്കെ. അവിടെ കാണുന്ന ഒരാളെ നമുക്ക് അറിയില്ല. അത്രയും ഭയവും നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ വിരഹവും സങ്കടവും പേടിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ആശ്വാസമായിട്ടുള്ളത് ഒരൊറ്റ കാര്യം, ഒരേ ഒരു കാര്യം. ആ ആൾക്കൂട്ടത്തിൽ തനിച്ചു നിൽക്കുന്ന നമുക്ക് ആശ്വാസമായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരാളെ പിന്നെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞയച്ച ടാക്സി എടുക്കും. ആദ്യമായി നമ്മളെ പുറത്ത് കാത്തിരുന്നൊരു മനുഷ്യൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തുന്ന നിമിഷങ്ങളിലൊക്കെയും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മളെ കാത്തിരുന്ന മനുഷ്യൻ. വേറെ ആരൊക്കെയോ നമുക്ക് തന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ അസോസിയേഷൻ കുറേ കാലമായി സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ തുടങ്ങുക എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. സത്യത്തിൽ അതെന്താ? സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു തെറപ്പി കൊടുക്കുന്ന, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നൊരു സ്ഥലമാണ്.
ഇതെന്താ സത്യത്തിൽ എന്താണ്? നമ്മൾക്ക് വേറെ കുറേ മനുഷ്യർ തന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങളുടെ മുന്നിൽ മൈക്ക് പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നു. ഈയൊരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരൊന്നും നിങ്ങളറിയില്ല, നിങ്ങൾ ഓർക്കുക പോലും ചെയ്യണ്ട. പക്ഷെ ഞാനവരെ മറക്കാൻ പാടില്ല. അവരൊക്കെ എനിക്ക് തന്ന ചിലതുണ്ട്, അതാണ് എൻ്റെ മുന്നിൽ വരുന്ന മനുഷ്യന് ഞാൻ കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ ഈ അടുത്ത് മലയാളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സിനിമാ നടനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സിനിമാ നടനൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു ചേട്ടൻ മാത്രമേ. അപ്പോൾ ചേട്ടനെ കുറിച്ച് ചോദിച്ചു. ചേട്ടനെ കുറിച്ച് പറയാൻ വേണ്ടി ഇയാൾ ആവേശത്തോടെ സംസാരം തുടങ്ങി. പക്ഷെ അയാൾക്ക് പറയാൻ കഴിഞ്ഞില്ല, സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയാളിങ്ങനെ വിങ്ങിപ്പൊട്ടുക. ഇവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ട് കണ്ണീരൊക്കെ തുടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അദ്ദേഹം പറയുക, ചേട്ടനെ കുറിച്ച് എപ്പോൾ പറയാൻ തുടങ്ങുമ്പോഴും എനിക്ക് സങ്കടം വരും. അവൻ പറയാം. അതിൻ്റെ കാരണം അവൻ പറയുന്നത് ഇവൻ എൻജിനീയറാണ് ശരിക്കും. പക്ഷെ അവന് എൻജിനീയറായി ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ജോലി രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹത്തിൽ നടന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ പൈസയില്ല, വരുമാനമില്ലല്ലോ. ഭക്ഷണം കഴിക്കണം, വസ്ത്രം വാങ്ങണം, വണ്ടിയിൽ എണ്ണ അടിക്കണം, അങ്ങനെ കുറേ ആവശ്യമില്ലേ. ഇവൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല. അപ്പം എല്ലാ മാസവും ഒരാൾ അവൻ്റെ കയ്യിലേക്ക് പൈസ കൊടുക്കും. അത് ചേട്ടനാണ്. ചേട്ടൻ കൊടുക്കുന്നത് 7,000 രൂപയാണ്. ചേട്ടനെന്ന ആകെ ശമ്പളം 14,000 രൂപയാണ്. ആകെ 14,000 രൂപ കിട്ടുന്ന ഒരാൾ ജോലി കിട്ടിയിട്ടും അത് രാജിവെച്ച് സിനിമാക്കാരനാകണം എന്ന ഭ്രാന്തുമായി നടക്കുന്ന അനുജൻ്റെ കയ്യിലേക്ക് 7,000 രൂപ വെച്ചു കൊടുത്ത കഥ പറഞ്ഞിട്ട് ഈ അനുജൻ സങ്കടപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത്. കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ 7,000-ൻ്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി. കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ 7,000-ൻ്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം നന്ദി. മഹാനായ നോഹ പ്രവാചകനെ കുറിച്ച്, നൂഹ് നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട്. പഠിച്ചോൻ ചില പ്രവാചകന്മാർക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞാൽ ഒരു വിശേഷണം. ഇബ്രാഹിം നബിയുടെ പേരെന്തായിരുന്നു? പഠിച്ചോൻ കൊടുത്ത പേര് എന്താ? എൻ്റെ ചങ്ങാഴി എന്ന് പറഞ്ഞു. നമ്മളെ ഭാഷ പറയും, എൻ്റെ കമ്പനിക്കാരെന്ന് പറയില്ല. എന്താ പറഞ്ഞത്? സാധാരണ ഒരു അടിമയും ഉടമയും തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? അടിമയും ഉടമയും തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലല്ലോ. പഠിച്ചവൻ്റെ അടിമയല്ലേ ശരിക്കും ആ പ്രവാചകൻ. പക്ഷെ ആ പ്രവാചകനെ കുറിച്ച് പഠിച്ചവൻ പറയാണ്, അവൻ എൻ്റെ ചങ്ങാതിയാണ്. അതേപോലെ നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞിട്ടുള്ള പേരാണ്, കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടോ? അബ്ദൻ ഷക്കൂർ. അബ്ദൻ ഷക്കൂർ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ. അതിനെക്കുറിച്ച് പറയണത് എന്താണെന്നറിയോ? അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം പഠിച്ചവനെ ധാരാളമായി സ്തുതിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചവനെ ധാരാളമായി പുകഴ്ത്തും, നന്ദി പറയും. എനിക്ക് ടോക്സിക് ആയൊരു ഭക്ഷണം നിങ്ങൾക്ക് ടോണിക് തരുമോ?
നിങ്ങൾക്ക് ടോണിക്കായ ഭക്ഷണം, എനിക്ക് ടോക്സിക് ആയിരുന്നു. ഞാൻ ഏത് ഭക്ഷണവും കഴിക്കും എന്ന് പറയുന്ന ഒരാൾ പഠിച്ചവരോട് എത്ര നന്ദിയുള്ള ഒരാളാണ്. കാരണം അയാൾ എത്ര അനുഗ്രഹീതനായ മനുഷ്യനാണ് അല്ലേ? അയാൾ എത്ര അനുഗ്രഹീതനായ മനുഷ്യനാണ്. ഞാൻ എന്ത് കഴിക്കും, എനിക്കങ്ങനെ ആ ഭക്ഷണം പ്രശ്നമൊന്നുമില്ല എന്ന് പറയില്ലേ. അയാൾ എത്ര പഠിച്ചവനോട് ഗ്രേറ്റ്ഫുൾ ആയ മനുഷ്യനായിരിക്കണം. കാരണം എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പറ്റില്ലല്ലോ. അപ്പം നൂഹ് നബിയെ കുറിച്ച് പഠിച്ചവൻ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല നന്ദി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പഠിച്ചവരോട് ധാരാളമായി സ്തുതി പറയും, നന്ദി പറയും. അപ്പോൾ കുറേ മനുഷ്യന്മാർ നമുക്ക് തന്നതാണ് നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്ക് കയറുന്നു. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒക്കെ ഇടയിൽ നമ്മൾ വാഷ്റൂമിലേക്ക് കയറുന്നു. വാഷ്റൂമിലേക്ക് കയറി നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ വാഷ്റൂമിലേക്ക് ഒരാൾ കയറും, ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നുണ്ടോ? നമ്മൾ ഇറങ്ങുന്നതോടെ അയാൾ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള മാലിന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുന്നൊരു മനുഷ്യനില്ലേ? ആ മനുഷ്യനും ഏതെങ്കിലും ഒരാളുടെ കണ്ണിൽ വലിയ മനുഷ്യനാണ്. അയാളെ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അയാൾ വരാൻ വേണ്ടി കണ്ണ് നിറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട പെണ്ണുണ്ട്. അയാൾ ഹീറോ ആയിട്ടുള്ള മനസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അയാളുടെ മക്കളുണ്ട്. അവരുടെ മനസ്സിലെങ്കിലും അയാൾ ആരാണ്? അയാൾ വലിയൊരു മനുഷ്യനാണ് അല്ലേ? നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനോടും ഈ അർത്ഥത്തിലുള്ള ഒരു ആദരവ് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ വലിയ മനുഷ്യനാണ്. അയാൾ ചെറിയ മനുഷ്യനല്ല, അയാൾ വലിയ മനുഷ്യനാണ്. പല മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടിയത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മനുഷ്യന്മാർക്കൊന്നും ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് തന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് വലിയ ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആർക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്? നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യൻ. അയാളെ ജഡ്ജ് ചെയ്യാതെ അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത്, യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് എപ്പോഴാണോ കഴിയുന്നത്, അപ്പം നമ്മൾ വലിയൊരു മനുഷ്യനായി. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ വലിയ മനുഷ്യനായി. അതാണ്. അപ്പം ആ അർത്ഥത്തിൽ മാഹി മുസ്ലിം മഹിള വെൽഫെയർ അസോസിയേഷൻ നാട്ടിൽ തുടങ്ങാൻ പോകുന്ന സ്ഥാപനം കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടെ സ്ഥാപനം ഉയരും. ആ ഉയരുന്ന സ്ഥാപനം എന്താണെന്നറിയോ? നിങ്ങൾ കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് നിങ്ങൾ ഉണ്ടാക്കുന്ന തെളിവുകൾ. അതാണ്. അപ്പം നമ്മൾ നാട്ടിലുള്ളതിനേക്കാളും നല്ല ഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോകും. നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല കാറിൽ നമ്മളിവിടെ യാത്ര ചെയ്യുന്നുണ്ടോ? അതൊക്കെ നമ്മൾ മറന്നുപോകും. നാട്ടിലുള്ളതിനേക്കാളും നല്ല സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല. അതൊക്കെ ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് കുറച്ചു കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവെന്നായിരിക്കും. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് മാഹിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥാപനം കാണും. ആ സ്ഥാപനം നിങ്ങളുടെ കണ്ണിലിങ്ങനെ നിറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ കടന്നു കഴിഞ്ഞു പോയ ഒരു കാലമായിരുന്നു. നിങ്ങൾ കുറച്ചു കാലം ഖത്തറിൽ ജീവിച്ചിരുന്നു എന്നതിന് നിങ്ങൾ എഴുതി വെച്ച ഒരു ഒപ്പാണ്, ഒരു സിഗ്നേച്ചറായിരിക്കും ആ സ്ഥാപനം. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ മക്കളെ സന്യാസത്തിലേക്ക് പറഞ്ഞേക്കുമല്ലോ. ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പേ അവർ കുട്ടിയെ നേർച്ചയാക്കും. എനിക്കൊരു മകനുണ്ടായാൽ അല്ലെങ്കിൽ മോളുണ്ടായാൽ അവരെ ഞാൻ സന്യാസിയാക്കും. അങ്ങനെ നേർച്ച. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ സന്യാസത്തിൻ്റെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ഈ കുട്ടിയുടെ കൗമാര സമയത്ത്, കൗമാരത്തിൽ, ആ ചടങ്ങിന് പറയുന്ന പേര് ഉപനയനം എന്നാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഉണ്ടാവും. നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട് ഉപനയനം. ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എന്നൊരു പാട്ടിലുണ്ട്. കൗമാരത്തിലാണ് ഉപനയനം. അതാണ് ഉപനയനം എന്നാണ്. ആ ഉപനയനത്തോടെയാണ് ഈ കുട്ടി സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇനി വേറെ ചടങ്ങുകളുണ്ടോ എന്നറിയില്ല.
എന്തായാലും ഉപനയനം എന്നാ അതിന് പറയാം. ഈ ഉപനയനത്തിൻ്റെ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ല, ഈ കുട്ടിയുടെ അച്ഛൻ വേറൊരു കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്നറിയോ? ഈ അച്ഛൻ്റെ സമ്പത്തിലെ വലിയ ഒരു അംശം ദാനം ചെയ്യണം. ഏറ്റവും വലിയ സമ്പത്താണ് കൊടുത്തത് മകൻ, കുട്ടി പോയി. ഇനി ആ അച്ഛനുള്ളതല്ല ആ കുട്ടി, സമൂഹത്തിനുള്ളതാണ്. പക്ഷെ മകനെ കൊടുത്ത അച്ഛൻ വേറൊരു കാര്യം കൂടി ചെയ്യണം, അയാളുടെ സമ്പത്തും ദാനം ചെയ്യണം. അങ്ങനെ സമ്പത്തും നഷ്ടപ്പെട്ട് മകനെയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അച്ഛന് കിട്ടുന്നൊരു പേരുണ്ട്. ആ അച്ഛൻ അന്ന് മുതൽ കിട്ടുന്ന ഒരു പേരുണ്ട്. അതെന്താണെന്നറിയോ? വിശ്വജിത്ത് എന്നാണ് പേര്. എന്താണ് വിശ്വജിത്ത്? വിശ്വജിത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കിട്ടിയ ആൾ എന്നാണ് ആരെ കുറിച്ച് പറയണത്? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല കേട്ടോ, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനല്ല, പിന്നെയോ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. അതാണ് നഷ്ടപ്പെട്ട മനുഷ്യനല്ല, നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. ജയിച്ച ആളെക്കാൾ വലിയ മഹത്വമുള്ള ഒരാളുണ്ട്. അതാരാന്നറിയോ? തോറ്റു കൊടുത്ത മനുഷ്യനാണ്. തോറ്റ മനുഷ്യനല്ല, തോറ്റു കൊടുത്ത മനുഷ്യന് ജയിക്കുന്നവനേക്കാളും വലിയ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വിശ്വജിത്ത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ല? ഇങ്ങനെ പറഞ്ഞാൽ പോരെ? കുട്ടികളെ സൗന്ദര്യം ഉണ്ടായിക്കൊണ്ട് കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഒരു സന്യാസിയുടെ വീട്ടിലേക്ക് ഒരു കള്ളം കയറി. സന്യാസിയുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവോ? എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ കള്ളനിങ്ങനെ ഒന്നും കിട്ടാതെ നിരാശനായി പുറത്തേക്ക് പോകുമ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു. ആരാന്നറിയോ? സന്യാസി. സന്യാസിയെ കണ്ട് കള്ളനാകെ അമ്പരന്ന് പോയി. അപ്പൊ കള്ളനോട് സന്യാസി ചോദിച്ചു, മോഷ്ടിക്കാൻ വേണ്ടി കയറിയതാണോ? അതെ, മോഷ്ടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇല്ല എന്ന് സങ്കടത്തോടെയും ചെറിയൊരു ഭയത്തോടെയും കള്ളൻ പറഞ്ഞു. അപ്പൊ സന്യാസി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ ആ തലയിണയുടെ താഴെ വെച്ചിട്ടുണ്ട്. കള്ളനിങ്ങനെ ആ തലയിണ പൊക്കി നോക്കിയപ്പോൾ ശരിയാ, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. സന്യാസി പറഞ്ഞു, അതെടുത്തോളൂ. അങ്ങനെ അതെടുത്തിട്ട് കള്ളനിങ്ങനെ പോകുമ്പോൾ സന്യാസി ഒരു കാര്യം പറഞ്ഞു, സാധാരണ ഇവിടെ എല്ലാവരും വരാറുള്ളത് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. നീ ഒന്നും ചോദിച്ചില്ല, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. കള്ളനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ചോദിക്കാനൊന്നുമില്ല, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കള്ളനോട് സന്യാസിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവോ? കള്ളനോട് സന്യാസി ഒരൊറ്റ വാക്കേ പറഞ്ഞോളൂ. ഒരേ ഒരു വാക്ക്. എന്താണെന്നറിയോ? ഇനി മുതൽ മോഷ്ടിക്കുന്ന സമയത്ത് നീ മോഷ്ടിക്കുകയാണ് എന്ന് ഓർക്കണം. നോക്കിക്കോളൂ. ഇനി മുതൽ മോഷ്ടിക്കുന്ന സമയത്ത് മറ്റൊരു മനുഷ്യൻ അധ്വാനിച്ച സമ്പത്താണ് അയാളുടെ അനുവാദമില്ലാതെ ഞാൻ എടുക്കുന്നത് എന്ന ഒരു ഓർമ്മ നിനക്കുണ്ടാവണം. അയാൾ കൂളായിട്ട് പോയി, ചെറിയൊരു കാര്യമല്ല. പക്ഷെ 1-2 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് സന്യാസിയോടൊരു പരാതി പറഞ്ഞു, എനിക്കിപ്പോൾ മോഷ്ടിക്കാൻ കഴിയുന്നില്ല. സന്യാസി അയാളുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ബുദ്ധനായിട്ടുണ്ട്, ഇനി നീ സമാധാനത്തോടെ ജീവിച്ചു. മോഷ്ടിച്ച സമയത്ത് കള്ളൻ ആലോചിച്ചത് ആ ചെയ്യുന്ന കർമ്മത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും അധികം ആളുകൾ ഈ പറയുന്ന വാക്കുകൾ അതേപോലെ ശ്രദ്ധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ 1 മണിക്കൂറോ 40 മിനിറ്റോ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള എന്തോ ഒന്നുണ്ടാവും.
അത് മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ ഒഴിവാക്കുക. നമുക്ക് ആവശ്യമുള്ള എന്തോ ഒന്നും അതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു പുസ്തകം 500 പേജുള്ള ഒരു പുസ്തകത്തിൽ ആ 500 പേജ് നമുക്കുള്ളതല്ല, അതിൽ ഒരു വരി നമുക്കുള്ളത്. ആ വരിക്ക് വേണ്ടിയാണ് ആ 500 പേജും നമ്മൾ വായിച്ചിട്ടുണ്ടാവുക. ഇതേപോലെയാണ്. അതുകൊണ്ട് വളരെ വളരെ പതുക്കെ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികളെ കരച്ചിലോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട. ഇത് കുടുംബ സംഘമാകുമ്പോൾ അതൊക്കെ സ്വാഭാവികവുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ബൈബിളിലെ ഒരു വചനത്തെക്കുറിച്ചാണ് ബൈബിള് പറയാം. എനിക്ക് ബൈബിളിലെ വാക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്, ഭയങ്കര രസമുള്ള വാക്ക്. അതിങ്ങനെയാണ്: ഒരാൾ അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു പ്രവർത്തനമാണ്. ഒരാൾ അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു പ്രവർത്തനമാണ്. ഒരാൾ ജീവിതത്തിൽ ചെലവഴിച്ച ഏറ്റവും നല്ല സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച എന്തെങ്കിലും ഒരു സമയമാണ്. ഒരാൾ ജീവിതത്തിൽ ചെലവഴിച്ചതിൽ ഏറ്റവും നല്ല പണം അയാൾ മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ച പണമാണ്. ഇങ്ങനെയൊക്കെ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കും. ഒരാൾ അയാൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം മറ്റേതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആനിൽ അറബി ഭാഷയിലും കാരുണ്യം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് നമുക്കൊക്കെ അറിയാം, റഹ്മാൻ എന്ന് ഉപയോഗിക്കും. റഹ്മത്ത് അല്ലേ? ഈ റഹ്മാൻ എന്നുള്ള വാക്കിന് കാരുണ്യം എന്ന് മാത്രമല്ല അർത്ഥമല്ല, വേറൊരർത്ഥം കൂടിയുണ്ട്. രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ് കാരുണ്യം, ഒന്നെന്താണെന്നറിയോ? ഗർഭപാത്രം എന്നാണ്. ഗർഭപാത്രം. ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ സൂക്ഷ്മമായി ചെറിയൊരു ബന്ധമുണ്ട്. എന്താണെന്ന്, ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിലുള്ള ഒരു ചെറിയ പാത്രമാണ്, ചെറിയൊരു അറയാണ് ഗർഭപാത്രം. ആകെ 3-4 സെന്റിമീറ്ററാണ് അതിൻ്റെ വലിപ്പം. ആ 3-4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ് 3-4 കിലോ വലിപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വലുതാകുന്നത്, സ്വയം വികസിക്കുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കാരുണ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പലതരം സ്വഭാവമുള്ള മനുഷ്യനെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് കാരുണ്യം. നിങ്ങൾ ആലോചിച്ചുകൊണ്ടു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഫറോവ ആ രാജ്യത്തെ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരി അല്ലേ? ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആളാണ് ആര്? ഫറോവ. അതിലേറെ പിന്നെ എന്താ പറയുക? ഈജിപ്തിൽ പോയ ആളുകൾക്ക് അറിയാം പിരമിഡിൻ്റെ ഒരവസ്ഥ എന്താണ്, അതിൻ്റെ ഒരു ആകാര ഭംഗി എത്ര വലുതാണ്. അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടാവുമല്ലോ. ശരിക്കും എന്താണ് പിരമിഡ് എന്ന് പറഞ്ഞാൽ? ഫറോവ പണി കഴിപ്പിച്ച പർവ്വതങ്ങളാണെന്ത്? പിരമിഡ്. ദൈവം പർവ്വതം ഉണ്ടാക്കുമെങ്കിൽ ഞാനും പർവ്വതം ഉണ്ടാക്കും. അതാണ് പിരമിഡ്. ഈ പർവ്വതമാണല്ലോ ഒരാളുടെ വലുപ്പത്തിൻ്റെ അടയാളം. എല്ലാ മതങ്ങൾക്കും പർവ്വതങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ഉയരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. പഠിച്ചോണ്ട് ഏറ്റവും വലിയ വചനങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെയൊക്കെ പഠിച്ചോ കൊണ്ടുപോയത് ഏറ്റവും മുകളിലേക്ക്. നിങ്ങൾ പഠിച്ചോ കൊണ്ടു ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടാണ് പഠിച്ചവൻ്റെ വചനങ്ങൾ പ്രവാചകന്മാരിൽ മിക്ക ആളുകൾക്കും പഠിച്ചോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫറോവ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും, ദൈവം പർവ്വതങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഞാനും പർവ്വതം ഉണ്ടാക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിരമിഡ്. ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ഒരാൾ ചെന്നിട്ട് പറയേണ്ടത് എന്താണ്? താങ്കൾ ദൈവമല്ല, താങ്കളെ സൃഷ്ടിച്ച വേറൊരു ദൈവമുണ്ട് എന്ന് പറയണം. അയാൾക്ക് ഇഷ്ടപ്പെടും? ആര് പറഞ്ഞാലും അയാൾക്ക് ഇഷ്ടപ്പെടില്ല. മൂസാ നബി പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ? മൂസാ നബി ആ മനുഷ്യൻ്റെ ഉപ്പും ചോറും കഴിച്ച് ജീവിച്ച മനുഷ്യനാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലേ? അയാളുടെ കൊട്ടാരത്തിൽ വളർന്ന ആളാണ്
നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ചരിത്രം. അതിങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ശരിക്കും പറഞ്ഞത്. ബനൂ ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയണം എന്ന് ഉത്തരവിട്ട മനുഷ്യന്റെ കിടപ്പറയിലെ തൊട്ടിൽ ബനൂ ഇസ്രായേലിലെ കുഞ്ഞ് കിടന്നുറങ്ങുന്നു. പടച്ചോന്റെ പ്ലാനെ കുറിച്ച് ആലോചിച്ചു പോകുന്നു. വെറുതെ ആലോചിച്ചു. ബനൂ ഇസ്രായേലിൽ ഒരു കുട്ടി വരാനുണ്ട്, അവൻ എൻ്റെ കൊട്ടാരത്തെയും എൻ്റെ രാജാധിപത്യത്തിനും ഭീഷണിയാകും എന്ന് അയാൾക്കറിയാം. ഏതൊരാളെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ തീരുമാനിക്കുക ബനൂ ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലണമെന്ന് പറഞ്ഞ മനുഷ്യന്റെ കിടപ്പറയിലെ തൊട്ടിലിൽ ആ കുട്ടിയെ കിടത്തുറക്കിയവന്റെ പേരാണെന്ത്? പടച്ചോൻ. ആ ഉത്തരവിട്ട മനുഷ്യന്റെ കിടപ്പറയിലെ തൊട്ടിലിൽ ആ കുട്ടിയെ കിടത്തി ഉറക്കിയവന്റെ പേരാണ് പടച്ചോൻ. ആ പടച്ചോനെ വിശ്വസിക്കാനാണ് പടച്ചോൻ പറയുന്നത്. ചെറിയ കാര്യമാണോ അത്? ആണോ? ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബിയെ മദിയനിലെ ഒരു ചെറിയ കുടിലിലേക്ക് എത്തിച്ച ആളുടെ പേരാണ് പടച്ചോൻ, അല്ലേ? അതേപോലെ ഒരു ചെറിയ കുടിലിൽ വളർന്ന യൂസുഫ് നബിയെ ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിച്ച ആളുടെ പേരുമാണെന്ത്? പടച്ചോൻ. ഇതാണ് പടച്ചോന്റെ ഗൂഗിൾ മാപ്പ്. മനുഷ്യന്മാർക്ക് വേറൊരു മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ തകർക്കാനും കഴിയില്ല. ആര് വിചാരിക്കണം? പടച്ചോൻ. അതാണ് ആ രണ്ട് ചരിത്രങ്ങളിലൂടെയും പടച്ചോൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും അങ്ങനെയുള്ള ഫറോവയുടെ മുന്നിലേക്ക് മൂസാ നബി പോവുകയാണ്. മൂസാ നബി പോകുന്നത് എന്തിനാണ്? താങ്കളല്ല പടച്ചോൻ, വേറൊരു പടച്ചോൻ ഉണ്ട് എന്നാ പറയണ്ട. എത്ര പേടിയുണ്ടാവും മൂസാ നബിക്ക്? എത്ര പേടിയുണ്ടാവും? അങ്ങനെ പോകുന്ന നേരത്ത് ആ പ്രവാചകൻ പടച്ചോനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്കൊക്കെ അറിയേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? എന്താ പടച്ചോനോട് പറയുന്നത്? പടച്ചോനെ, എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ. റബ്ബിശ്റഹ്ലി സുദ്രി. എന്താ? പടച്ചോനെ, എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ. കാരണം അയാൾ ചിലപ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കും. ഞാൻ തിരിച്ച് ദേഷ്യപ്പെടാതിരിക്കണേ. അയാൾ ചിലപ്പോൾ എന്നെ തെറിയൊക്കെ വിളിക്കും. പഠിച്ചോനെ, ഞാനൊന്നും തിരിച്ചു പറയരുത്. മൂസാ നബി കുറച്ചൊരു ദേഷ്യമൊക്കെയുള്ള ഒരു രീതിയായിരുന്നു എന്ന് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ട്. രണ്ടാളുകൾ ഇങ്ങനെ ബഹളം കൂട്ടുന്നത് കണ്ടപ്പോൾ മൂസാ നബി ഒരാളെ പോയി അടിച്ചു. അയാൾ മരിച്ചു വീണു. ഇത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ പ്രതികരണങ്ങളിൽ ഒരു പിഴവ് വരരുതേ പഠിച്ചോനെ. അയാൾ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയരുത്. അയാൾ എന്നോട് ദേഷ്യപ്പെടും, ഞാൻ തിരിച്ചു ദേഷ്യപ്പെടരുത് എന്നാണ് ആ പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? പഠിച്ചോനെ, എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണമേ. ശരിക്കും മൂസാ നബി എന്തായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? പഠിച്ചോനെ, അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കി തരണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, അല്ലേ? അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? പഠിച്ചോനെ, ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അംഗീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മൂസാ നബി പ്രാർത്ഥിച്ചത് എന്താണ്? അയാൾ എന്തൊക്കെ എന്നോട് പറഞ്ഞാലും, അയാൾ എങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയാലും, അയാളോട് തിരിച്ച് മാന്യമായി പെരുമാറുന്ന രീതിയിൽ എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ, അല്ലേ? നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയൂല. ആകെ ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടുക. അതാണ് റബ്ബിശ്റഹ്ലി സുദ്രി. എല്ലാവരും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ഒന്നുമില്ല, നടക്കില്ല. എന്നാൽ എല്ലാ തരം മനുഷ്യരെയും, അല്ലെങ്കിൽ ഒരേ മനുഷ്യന്റെ എല്ലാ തരം സ്വഭാവങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം നമ്മുടെ മനസ്സൊന്ന് വലുതാകാൻ മാത്രമാണ് സാധ്യതയുള്ളത്. അതാണ് ലോജിക്കുള്ള കാര്യം. അതാണ് മൂസാ നബിന്റെ പ്രാർത്ഥന. ഈ ഗുണത്തിന് പറയുന്ന പേരാണ് ശരിക്കും എന്താ? കാരുണ്യം. ഒരാളുടെ മനസ്സ് വിശാലമാകുന്നതിൻ്റെ പേര്. ശരിക്കും മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം വിശാലമാകുന്നില്ല.
ഉണ്ടോ? മനസ്സ് വിശാലമാകുമോ? ഹൃദയം വിശാലമാകുമോ? ലോജിക്കലി അങ്ങനെ ഇല്ലല്ലോ. ഹൃദയം വിശാലമാകുമോ? ഇല്ലല്ലോ. ഹൃദയം വിശാലമാകുന്നില്ല, ഹൃദയം വലുതാകുന്നില്ല. പിന്നെ എന്താണ് വലുതാകുന്നത്? വലുതാകുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിന്റെ സെല്ലിനുണ്ടാകുന്നൊരു ഇലുമിനേഷന്റെ പേരാണെന്ത്? ഹൃദയവിശാലത എന്ന് പറയുന്നത്. ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറിയാലും അയാളെ മനസ്സിലാക്കുക, അയാളെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നതിൻ്റെ വലുപ്പമാണ് അത്. അവിടെ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഗുണം നമുക്കില്ല. അതിനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയും വിധം നമ്മൾ സ്വയം വികാസത്തിലേക്ക് എത്തുന്നുണ്ടോ എങ്കിൽ മൂസാ നബിയുടെ പ്രാർത്ഥന നമ്മളിൽ ഫലിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞു, പഠിച്ചോളൂ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന മനുഷ്യന്മാരോട് 3 കാര്യങ്ങളാണ് ആകെ പറഞ്ഞത്. കല്യാണത്തിൻ്റെ സമയത്ത് നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും പഠിച്ചവൻ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല, ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമായ 3 കാര്യങ്ങളാണ്. ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ ഒരു റൂം ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ 3 കാര്യങ്ങൾ ബാധകമാണ്. ഭയങ്കര സംഭവമാണ്. പഠിച്ചവൻ ഈ വിവാഹം കഴിക്കുന്ന ആളുകളോട് പറയണ 3 കാര്യങ്ങൾ. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ വരിക, നമ്മളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, തീർത്തും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള, സാഹചര്യങ്ങളുള്ള, വീക്ഷണങ്ങളുള്ള, കുടുംബ പശ്ചാത്തലമുള്ള വേറൊരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. നമുക്ക് ആകെ ഓർമ്മ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്നാമതായി പറഞ്ഞ എന്താ അറിയോ? ഈ വരുന്ന ആളില്ലേ, അതൊരു മനുഷ്യനാണ്. എത്ര മനോഹരമാണ്! ആകാശത്തിൽ നിന്നൊരു മാലാഖയല്ല വരുന്നത്, ഭൂമിയിൽ നിന്നൊരു മനുഷ്യനാണ് വരുന്നത്. അതാണ് പറയുന്നത്. ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം കേട്ടോ. ഒരു മനുഷ്യനാണ് വരുന്നത്, അയാളെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കണം കേട്ടോ എന്നാണ് പറയുന്നത്. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ, അയാളുടെ ശില്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അയാളുടെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പ് അല്ലെങ്കിൽ അത്രയും ശക്തിയുള്ള ലോഹങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ അവയവവും ഉണ്ടാക്കുന്നത് ആ ലോഹം കൊണ്ടാണ്. പക്ഷെ ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടൊന്നുമല്ല, പിന്നെയോ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഏതാണ് അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാരവും കാൽപാദത്തിനല്ലേ കിട്ടുക. ഇത് നേരെ തിരിച്ചു. ബാക്കിയുള്ളതൊക്കെ ഇരുമ്പുകൊണ്ടും കാൽപാദം മാത്രം കളിമണ്ണുകൊണ്ടും. ക്ലേ ഫീറ്റ്, കളിമണ്ണിൻ്റെ കാൽപാദമാണ്. ഇതെന്താ സംഭവം? ഇതെന്താണ് ശരിക്കും? അതൊരു ഫിലോസഫിക്കൽ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കുന്നതായി ഒരു പ്രവാചകൻ സ്വപ്നം കാണുന്നത്. എന്താ സംഭവം? ആ നാട്ടിലെ ഏറ്റവും വലിയ രാജാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യൻ, രാജാവ്, അയാളുടെ വിഗ്രഹം, ഒരു ശില്പം ഉണ്ടാക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഇരുമ്പ്, കാൽപാദം മാത്രം കളിമണ്ണ്. സംഭവം എന്താ? ഇത്രയേ ഉള്ളൂ. ഒരാൾ എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയോ ആയ മനുഷ്യനാണെങ്കിലും, അയാളുടെ മനുഷ്യനാണോ? അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന കളിമണ്ണിന്റെ കാൽപാദം പോലെയാണ് ഏതൊരു മനുഷ്യന്റെയും മനസ്സ്. ഒരു ചെറിയ പ്രലോഭനം വരുമ്പോഴേക്കും അതിൽ തട്ടി വീണേക്കാം. ഒരു ചെറിയ മോഹിപ്പിക്കലിൽ തടഞ്ഞു വീണേക്കാം. അബദ്ധങ്ങളിലേക്ക് ചെന്ന് വീണേക്കാം. തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും ചെന്ന് വീണേക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യനില്ലേ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ, അയാൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും, എത്രയൊക്കെ സൂക്ഷ്മതയും ജാഗ്രതയുള്ള മനുഷ്യനാണെങ്കിലും, അയാൾ മനുഷ്യനാണോ? അയാൾക്കൊരു ക്ലേ ഫീറ്റ് ഉണ്ട്.
അപ്പം നമ്മൾ അംഗീകരിക്കാനും സ്നേഹിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും, നാട്ടുകാരൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ അടുത്തൊരു തെറ്റ് വന്നു പോയി, അല്ലെങ്കിൽ ഒരു അബദ്ധം വന്നു പോയി, എല്ലാവരും നമ്മളെ കൈകൊള്ളും. ആരും നമ്മളൊക്കെ ഉണ്ടാവില്ല. നമ്മളെ അംഗീകരിച്ചിരുന്ന മനുഷ്യൻ നമ്മളെ തെറി പറയും, നമ്മളെ സ്വീകരിച്ചിരുന്ന മനുഷ്യൻ നമ്മളെ ആട്ടിയെടുക്കും, അല്ലേ? ആർക്കും നമ്മളെ വേണ്ടിയില്ല. എന്നാൽ ആ സമയത്ത് നമ്മളെ തിരിച്ചു വിളിക്കാൻ ഒരാൾ വന്നു. ആ മനുഷ്യനോടാണ് പഠിച്ചു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് മാലാഖയല്ല, മനുഷ്യനാണ്. പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വേണം. നമ്മളെ പോരായ്മകളോട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് MT വാസുദേവൻ നായർ പറയുന്നുണ്ട്. MT നമ്മുടെ നാട് കണ്ട ഏറ്റവും മഹാനായ കലാകാരന്മാരിൽ ഒരാളാണ്, എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹം പറയുക, MT ഇങ്ങനെ മനസ്സ് ഉരുകി പറയുന്നൊരു വാക്കുണ്ട്. അത് കഥാപാത്രമായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹം പറയാം, എന്നെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് മനുഷ്യന്മാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊക്കെ എഴുത്തുകാരനായ MTയെ അറിയുള്ളൂ, നിങ്ങൾക്കൊക്കെ നോവലിസ്റ്റായ MTയെ അറിയുള്ളൂ, നിങ്ങൾക്കൊക്കെ തിരക്കഥാകൃത്തായ MTയെ അറിയുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന MTയെ നിങ്ങൾക്കറിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരു MTയെ നിങ്ങൾക്കറിയില്ല. അതറിയുന്ന ഒരാളുണ്ട്, അയാളുടെ സ്നേഹമാണ് എനിക്ക് പ്രധാനമാണ്. എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന വലിയ വലിയ സമുദ്രങ്ങളുണ്ട്, എനിക്കറിയാം. എനിക്ക് ആ സമുദ്രങ്ങളൊന്നും വേണ്ട. എനിക്ക് നന്നായി അറിയുന്നൊരു നിളാനദിയുണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത്, എനിക്കത് മതി. അദ്ദേഹം പറഞ്ഞതാ, എന്തൊരു മനോഹരമായ പോയട്രിയാണ് ആ വാക്ക് നൽകിച്ചത്. എനിക്കറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന സമുദ്രങ്ങൾ ലോകത്തുണ്ട്, എനിക്കറിയാം. ശരിക്കും ആ സമുദ്രങ്ങളൊന്നും വേണ്ട. എനിക്ക് നന്നായി അറിയുന്ന, എൻ്റെ കാല് തൊട്ടാൽ എന്നെ അറിയുന്ന, എൻ്റെ കാലൊന്ന് തൊട്ടാൽ എന്നെ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. കൂടുള്ള മനുഷ്യൻ്റെ ഒരു വിലയാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ബർക്കത്ത് എന്ന് പറയില്ലേ, ശരിക്കും എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മലയാളം പോലെ പരിചിതമായ വാക്കാണ്. അവനിപ്പോൾ നല്ല ബർക്കത്താണെങ്കിൽ അവൾക്ക് നല്ല ബർക്കത്താണ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്തിനെ കുറിച്ചാണ്? പൈസയെക്കുറിച്ച്. അതന്നെ ഉറപ്പാണ്, പൈസയെക്കുറിച്ച് നമ്മൾ പറയാം. പക്ഷെ ശരിക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൈസയാണോ? പൈസയാണോ? ആണെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും വലിയ പണക്കാരനോട് ചെന്നിട്ട് ചോദിക്കൂ, എന്താണ് ബർക്കത്ത്? അയാൾ പറയട്ടെ പൈസയാണ്, അയാൾ പറയട്ടെ. മാഹിയിലെ ഏറ്റവും വലിയ പണക്കാരനോട് നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ പറയോ ഇനിയും കിട്ടലാണെന്ന് പറയോ? അയാൾ പറയില്ല. എന്നാൽ അയാൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? മനസ്സമാധാനം. അപ്പൊ ശരിക്കും എന്താ ബർക്കത്ത്? ഉള്ളതിനുള്ള സമാധാനമാണ്. ഒരാൾക്ക് എന്താണോ ഉള്ളത് അതിലയാൾ അനുഭവിക്കുന്ന മനസ്സമാധാനമാണ് ആകാശത്തിൻ്റെ ചുവട്ടിൽ, ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അതുണ്ടോ? അയാൾ ഈ ലോകത്തെ സൗഭാഗ്യവാനായ മനുഷ്യൻ. നമ്മൾ പറഞ്ഞു വന്നത്, വിവാഹിതരാകുന്ന മനുഷ്യരോട് പടച്ചവൻ പറഞ്ഞ 3 കാര്യങ്ങളെ കുറിച്ച്. ഒന്നാമതായി പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്. രണ്ടാമതായി പറഞ്ഞു ആ മനുഷ്യന് സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും വേണം, മനുഷ്യൻ അതില്ലാതെ പറ്റൂല. ആർട്ട് ഓഫ് ലവിങ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആർട്ട് ഓഫ് ലവിങ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എറിക് ഫോൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. അതിമനോഹരമായൊരു പുസ്തകമാണ് കേട്ടോ, ആർട്ട് ഓഫ് ലവിങ്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ എന്തിനാണ് സ്നേഹം? പൈസ പോലെ, സ്ഥാനമാനങ്ങൾ പോലെ, അംഗീകാരങ്ങൾ പോലെ. എന്തിനാണ് ഒരാൾക്ക് വേറൊരാളുടെ സ്നേഹം? എന്തിനാണ്? എന്നാൽ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്,
ദ മെച്യൂർ ആൻസർ ടു ദി പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ദ മെച്യൂർ ആൻസർ ടു ദി പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ്. ജീവിക്കുക എന്നുള്ളതൊരു പ്രോബ്ലമാണ്, അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരാൾ ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ ഒരു പ്രോബ്ലത്തിന് ഒരാൾക്ക് കിട്ടുന്ന ഉത്തരമാണ് മറ്റൊരാളുടെ സ്നേഹം. എല്ലാം കഴിഞ്ഞ് ഒരാൾക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ വേറൊരു മനുഷ്യനില്ല എങ്കിൽ ഈ ലോകത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അതുള്ളവർക്കത് മനസ്സിലാവുകയില്ല. ആ ഒരു ബന്ധത്തിൽ ഒരാൾക്ക് കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രം പോരല്ലോ. നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഒരു മാഷുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുട്ടി പഠിച്ചിരുന്നു. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി എല്ലാ ദിവസവും ഇങ്ങനെ പക്ഷികളെ പിടിച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കും. കിളികളെ പിടിച്ചിട്ട് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കും. അവന് കിളികളെ പിടിക്കാനൊരു വശമുണ്ട്, അതിനൊരു സൂത്രമുണ്ട്. അങ്ങനെ കിളികളെ പിടിച്ചിട്ട് മറ്റുള്ള കുട്ടികൾ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മാഷ് അവനോട് ചോദിച്ചു, അപ്പോൾ നിന്റെ വീട്ടിൽ കുറേ കിളികൾ ഉണ്ടാവില്ലേ? കാരണം നിനക്ക് കിളികളെ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പം നിന്റെ വീട്ടിൽ കുറേ കിളികൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവൻ പറഞ്ഞു, ഇല്ല, കിളികൾക്കൊക്കെ നല്ല സമാധാനം വേണം, അവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. സമാധാനമില്ലാത്തൊരു സ്ഥലത്ത് കിളികൾ നിൽക്കില്ല, ഒരു പൂച്ച പോലും നിൽക്കില്ല. നമ്മൾ വഴക്കിട്ടാൽ പൂച്ച കൊണ്ട് പോകും. സമാധാനമുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കും. അസമാധാനമുള്ളൊരു സ്ഥലത്ത് ഒരു ജീവിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുട്ടി പറയാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പക്ഷികളെ കൊണ്ടുപോകാറില്ല, സമാധാനമുള്ളൊരു സ്ഥലത്ത് മാത്രമേ അവർ ജീവിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മനസ്സിൻ്റെ വേദന എത്ര വലുതായിരിക്കും. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അയാൾക്ക് അയാളുടെ സമാധാനം നിലനിർത്താൻ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. കൂടുതൽ സമാധാനം കൊടുക്കൊന്നും വേണ്ട, കൂടുതൽ സമാധാനം കൊടുക്കൊന്നും വേണ്ട. അയാൾക്ക് നിലവിലുള്ളൊരു സമാധാനമില്ലേ, അതൊന്ന് നിലനിൽക്കാൻ നമ്മൾ അയാളെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. അതിനാണ് ബന്ധങ്ങൾ. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക വീട്ടിൽ. അപ്പോൾ ഒരാൾ എന്തോ പറഞ്ഞത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരിച്ചു പറഞ്ഞു, മറുപടി പറഞ്ഞു. മറുപടിക്ക് മറുപടി മറ്റേയാൾ പറഞ്ഞു, ഇയാൾ തിരിച്ചു വീണ്ടും മറുപടി പറഞ്ഞു. മറുപടിക്ക് മറുപടികളായി കലഹമായി. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട. ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റു, എന്നാൽ എനിക്കും വേണ്ടാന്ന് പറഞ്ഞ് മറ്റേയാൾ എഴുന്നേറ്റു. രണ്ടാൾ എഴുന്നേറ്റ് പോയ സ്ഥലത്ത് വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ? ആരും കഴിക്കില്ല. അന്ന് അവിടെ ആരും ഭക്ഷണം കഴിച്ചില്ല. ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റായി. പിറ്റേന്ന് പട്ടിക്കോ പൂച്ചക്കോ ഇട്ടുകൊടുക്കും. ആ പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിൻ്റെ സമാധാനമാണ്. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, മറുപടിയൊക്കെ ഉണ്ട്. പക്ഷെ ആ മേൽക്കൂരയുടെ താഴെ മനുഷ്യർ കരഞ്ഞുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ മേൽക്കൂരയുടെ താഴെയുള്ള കുട്ടികളുടെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. നിത്യചൈതന്യയതി എന്ന് പറയുന്നൊരു സന്യാസി ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്, ഞാൻ പാമ്പാണ്, ഞാൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കില്ല. വല്ലാത്തൊരു വാക്കല്ലേ അത്. എനിക്ക് മറുപടിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയില്ല. അതെ, നീ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. എന്തേ? ഈ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടി. ഈ ഒരു കരുതലിൻ്റെ പേരാണ് കരുണ. ഇത്രയും ആ വീടിൻ്റെ താഴെ കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടി ഒരാൾ അയാളെ നിയന്ത്രിക്കുന്നതിൻ്റെ പേരാണ് കരുണ. അതാണ് പഠിച്ചവൻ പിന്നെ പറയണം, മൂന്നാമതായി പറയണം. ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരോട് സ്നേഹം എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, അത് പറഞ്ഞാൽ പോരെ. പക്ഷെ പഠിച്ചവൻ അത് മാത്രം പറഞ്ഞ് നിർത്തിയില്ല.
പഠിച്ചവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതാണെന്ത്? കരുണ. കരുണ. നിങ്ങൾ കാരുണ്യം കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. സ്നേഹം നമുക്ക് 24 മണിക്കൂറും വേണ്ട, പക്ഷെ കാരുണ്യം 24 മണിക്കൂറും വേണം. നിങ്ങൾ ആലോചിച്ചു, ഒരു മനുഷ്യന്റെ കാരുണ്യം, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യനില്ലേ, അയാളുടെ കാരുണ്യം പറഞ്ഞാൽ എന്താ? അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് എന്നെ ഒന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയില്ലേ, അതെന്താ? എന്നോടൊന്ന് കരുണ കാണിച്ചില്ലല്ലോ എന്നാണ്. രണ്ടും ഒന്നാണ്. നിങ്ങൾ ആലോചിച്ചുകൊണ്ടോ? രണ്ട് സെയിമാണ്. എന്നെ ഒന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്ന ചോദ്യത്തിന്റെ മറ്റൊരു വാക്കാണ് എന്ത്? എന്നോടൊന്ന് കാരുണ്യം കാണിച്ചില്ലല്ലോ. എൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ്, എന്നാലും എന്നോട് നീ ഒന്ന് കാരുണ്യം കാണിച്ചില്ലല്ലോ. ഒരു പിണക്കുണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എന്താ? എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ചില്ലല്ലോ. അല്ലേ? അല്ലേ? ഒരു പിണക്കമുണ്ടായി നമ്മൾ തിരിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ചില്ലല്ലോ. എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ചില്ലല്ലോ. അതിന് പറയുന്ന പേരാണെന്ന്? കരുണ. നമ്മൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതും അതാണ് മനുഷ്യർക്ക്. അയാളുടെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിച്ച് സംയമനം കാണിക്കുന്നതിൻ്റെ പേരാണ് കരുണ. താങ്ക് യു. ജസാക്കല്ലാഹ് ഖൈർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ ഗഫൂർ സാഹിബിനോട്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? നമുക്ക് വീട് കിട്ടിയൊരു നിധിയാണ്, ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് ചോദിക്കണോ? യെസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക. റിലീജിയൻ പ്ലസ് പൊളിറ്റിക്സ്, നമ്മളിപ്പോൾ പൊതു സമൂഹത്തിൽ പല രാഷ്ട്രീയ ചിന്തകളും ഉണ്ടാവും. ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളാവാം. അവരിൽ ഞങ്ങൾ പല കാര്യം സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ മതം അതിൽ കൂട്ടിക്കലത്തിനെ പറ്റി എന്താണ് പ്രൊഫസർ പറയുന്നത്? അത് പൊതുസമൂഹത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, അത് പല രാഷ്ട്രീയക്കാരാവും, BJP ആവാം, CPM ആവാം, കോൺഗ്രസ് ആവാം, മുസ്ലിം ലീഗ് ആവാം. അപ്പോൾ അവർ പല ആശയത്തിൽ ജീവിതങ്ങളാണ്. അപ്പോൾ അതിൽ ചില വ്യക്തികൾ അതിൽ മതം കലർത്തുന്നതിനെ പറ്റി എന്താണ് താങ്കൾ പറയുന്നത്? ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. വളരെ പ്രശ്നം. മതത്തിനൊരു സാമൂഹിക ലക്ഷ്യമാണല്ലോ. ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അയാൾ മതം എന്നുള്ളൊരു വലിയ സാമൂഹിക ആവശ്യത്തെ ഉപയോഗിക്കുന്നത് ദുരുപയോഗിക്കലാണ്. അതേസമയം ഒരു സാമൂഹിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അയാളത് ഉന്നയിക്കുന്നതെങ്കിൽ അയാൾ നിർവഹിക്കുന്നത് മതപരമായ ഒരു ദൗത്യമാണ്. അത്രയും പരിപാടി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ചുരുക്കി പറയുന്നത്.
കാരണം അവർ വേറൊരു മൂഡിലായിരിക്കും. അവർക്കൊരു ശല്യമാകാൻ പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മളിപ്പോൾ 3 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ശ്രദ്ധിച്ചതിൽ കാരുണ്യം, റഹ്മ, പിന്നെ ബർക്കത്ത്. പക്ഷെ 3ാമത്തെ പോയിന്റ് ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എപ്പോഴാണ് 3 കാര്യങ്ങൾ പറഞ്ഞത്? വിവാഹം കഴിക്കാൻ പോകുന്ന മനുഷ്യരോട് അവരെ സൃഷ്ടിച്ചവനായ പടച്ചവൻ പറയാണ് 3 കാര്യങ്ങൾ. നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന മാല, മുത്തുമാല കുട്ടിയുടെ താഴെ വീണാല് മുത്തുകളാകെ ചെന്നില്ല. ചില മുത്തുകൾ വേറെ മുത്തുകളെ ചെന്നിട്ട് തൊടും, അല്ലേ? ധാരം തീരുമാനിച്ചു പഠിച്ചു. ഈ മുത്തുകൾ പരസ്പരം തൊടുന്ന പോലെയാണ് മനുഷ്യന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നത്. ഭൂമിയിലെ തീരുമാനമല്ല, ആകാശത്തു നിന്നുള്ള തീരുമാനം. അപ്പൊ അങ്ങനെ തീരുമാനിച്ച് പരസ്പരം ഒന്നിക്കുന്ന 2 ആളുകളോട് പഠിച്ചവൻ 3 കാര്യങ്ങൾ പറയണം. ഒന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്. രണ്ടാമതായി പറഞ്ഞു, ആ മനുഷ്യനെ സ്നേഹിക്കണം. മൂന്നാമതായി പറഞ്ഞു, ആ മനുഷ്യനോട് കാരുണ്യം കാണിക്കണം. എന്നാണ് നമ്മുടെ സംസാരത്തിന്റെ അവസാനം ചോദിച്ചത്. സ്നേഹം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇതിന് കാരുണ്യം പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. കാരുണ്യമില്ലാതെ മുന്നോട്ട് പോയില്ല. എമ്പതി എന്നാണ് ശരിക്കും അതിന് പറയാവുന്ന വാക്ക്. ഒരു ഹോസ്റ്റലിൽ പോലും മുന്നോട്ട് പോയില്ല, എന്നിട്ടല്ലേ വിവാഹ ജീവിതമാണ്. ഏതൊരു മനുഷ്യനും ആലോചിക്കണമെന്നാണ് എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ ടീനേജിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി കുട്ടികളുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി രക്ഷിതാക്കൾ ഇങ്ങനെ ആകെ അത്ഭുതപ്പെടുവനെന്താ പറ്റിയ ആ കുട്ടിയോടെ പോയി അവൻ്റെ സംസാരത്തിൻ്റെ രീതി മാറുന്നു, സ്വഭാവം മാറുന്നു, പെരുമാറ്റം മാറുന്നു. നമ്മുടെ മനസ്സിൽ അവൻ കുട്ടിയുണ്ട്, അവൻ്റെ മനസ്സിലോ അവൻ മുതിർന്ന ഒരാളായതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വെറുതെ പറയാം കേട്ടോ, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണം. ആ കുട്ടിയുടെ കാര്യം, ടീനേജിലുള്ള കുട്ടിയുടെ കാര്യം. അപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന കുറച്ച് പേടികളുണ്ട്, ആകുലതകളുണ്ട്. ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ ഒരു 13-14 വയസ്സ് മുതൽ ഓരോ മാസവും 7 ദിവസം അനുഭവിക്കുന്ന ഒരു പ്രയാസം നമുക്കില്ല, ആണുങ്ങൾക്കില്ല. ഐ മീൻ ഈ ഭാഗത്തിരിക്കുന്ന ആളുകൾക്കില്ല. ഗർഭപാത്രം ശരീരത്തിനകത്തുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണ്. ആ 7 ദിവസം അവളെ നമ്മളോട് പറയും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എനിക്ക് ചിലപ്പോൾ മാന്യമായി സംസാരിക്കാൻ കഴിയില്ല, എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കഴിഞ്ഞ ആഴ്ച പോലെ അല്ല ഈ ആഴ്ച, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ അവരിങ്ങനെ പറയില്ലേ. എന്താ ശരിക്കും അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? അവരുടെ ഉള്ളിൽ ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതാണ് ഹോർമോണിൻ്റെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ 7 ദിവസം. അത് നമുക്ക് ആണുങ്ങൾക്ക് ഉണ്ടാവും. ആണുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാവും ഒരൊറ്റ സമയത്ത്. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? അവനെന്നെ മനസ്സിലാവില്ല. അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവ രീതികൾ, അവന്റെ സംസാരം അവനെന്നെ പിടുത്തം കിട്ടുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ ഭീകരമായ വിധത്തിലുള്ള ചില മാറ്റങ്ങൾ അപ്പൊ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതുണ്ട്. ആ കുട്ടി ആകെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? പറയുന്നില്ല, പക്ഷെ പറയാതെ പറയുന്നത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഒരു ജാപ്പനീസ് ഗുരു, സന്യാസിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് തിച്ച് നാറ്റ് ഹാൻ എന്നാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഉള്ളിൽ വെളിച്ചമുള്ള മനുഷ്യനാണ് തിച്ച് നാറ്റ് ഹാൻ എന്നാണ്.
അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തോട് ഒരു പാരന്റ് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ടീനേജിലാണ്, ടീനേജിലുള്ള കുട്ടിയോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആകെ പറഞ്ഞത് എന്താണെന്നറിയോ? പ്ലീസ് ഹഗ് ഹിം. പറ്റുമെങ്കിലും അവനെ കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുക. പരീക്ഷയ്ക്ക് ഇറങ്ങി പോകുന്ന കുട്ടികളില്ലേ, നമ്മൾ ആ കുട്ടികളോട് എന്തൊക്കെ ചോദിക്കും? പേന എടുത്തോ, വായിച്ചോ, പഠിച്ചോ, വെള്ളം കുടിച്ചോ, പാല് കുടിച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ നമ്മൾ എന്തായാലും ചോദിക്കും. അതൊക്കെ ചോദിക്കുന്നതിന് പകരം കുറച്ചു നേരം പ്ലീസ് കം, മോനെ ഒന്നും കിട്ട് വരുമോ, അല്ലെങ്കിൽ മോളെ ഒന്നും കിട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ചു നേരം ആ കുഞ്ഞിനെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ഇവരൊന്നും പറയണ്ട, കുറച്ചു നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ചൂടാറിയ തണുപ്പോടെ, ശാന്തമായ മനസ്സോടെ ആ കുട്ടി നമ്മളെ ഇങ്ങനെ ഇറുകിപ്പിടിക്കും, വിടൂല. ടീനേജിലുള്ള കുട്ടിയെ ഒന്ന് സമാധാനത്തോടെ കെട്ടിപ്പിടിച്ചു നോക്കുന്നു, ആ കുട്ടി നമ്മളെ വിടൂല, നമ്മളിങ്ങനെ ഇറുകെ പിടിക്കും. പ്ലീസ് ഹഗ് ഹിം. വേറെ എപ്പോഴൊന്നും കിട്ടില്ല. അത് നാട്ടുകാർക്കൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല, അങ്ങാടിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന, മാഷയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല, അമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന കരുണ. ഏതൊരു മനുഷ്യൻ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് ആകെ ആഗ്രഹിക്കുന്നതാണ് കരുണ. എല്ലാ ബന്ധങ്ങളുടെയും വിജയ രഹസ്യം അതാണ് കരുണ. ഉള്ളിൽ കരുണുള്ള മനുഷ്യനെ മാപ്പ് ചോദിക്കാൻ കഴിയുള്ളൂ, എന്നോട് പൊറുക്കണം കേട്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഉള്ളിൽ കരുണയുള്ള മനുഷ്യനെ അത് മനസ്സിലാവുള്ളൂ. ചെറിയ മനുഷ്യന്മാർക്ക് പറ്റുന്ന പരിപാടിയല്ല മാപ്പ് കൊടുക്കില്ല, വലിയ മനുഷ്യന്മാർക്ക് പറ്റിയ പരിപാടി. ചെറിയ മനുഷ്യന്മാരെന്താ പറയാന്നറിയോ? ഞാനത് പൊറുക്കൂല എന്ന് പറയും, ഞാനത് മറക്കൂല എന്ന് പറയും. വലിയ മനുഷ്യന്മാർ പറയും ഞാനത് മറന്നു എന്ന് പറയും. ഇത് വിവാഹം കഴിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ബാധകമായ കാര്യമാണ്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ മാഹിയിലെ വെൽഫെയർ അസോസിയേഷൻ്റെ ചോദ്യമില്ല എന്നൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നിങ്ങളെ തുടങ്ങാനിരിക്കുന്ന കേന്ദ്രമില്ലേ മാഹിയിൽ, ആ മാഹിയിൽ മാസത്തിൽ ഒരു നിശ്ചിത ദിവസം ഇപ്പോൾ കൗൺസിലിങ്ങോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സൈക്കോതെറാപ്പി ആവശ്യമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ ജീവിക്കുന്ന ആളും, ഞങ്ങൾ രണ്ടാളും മാസത്തിലൊരു നിശ്ചിത ദിവസം ആ കേന്ദ്രത്തിൽ ആ നാട്ടിൽ അത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു സൗജന്യ സേവനം ആയിട്ട് നമുക്ക് അത് ഒരുമിച്ച് ചെയ്യാം, മുന്നോട്ട് പോകും. ഇതൊരു ചോദ്യമല്ല, നൂറുകണക്കിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നിങ്ങൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നറിയാം, സ്പീച്ച് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ കേട്ടതിൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങൾ മാത്രം ഒന്നും സ്പീച്ച്. അത് ഒരു കുട്ടി പ്രതിഭാഷയെ പറ്റി ചോദിച്ചപ്പോൾ താങ്കൾ അവരുടെ ആ ചോദ്യം കഴിഞ്ഞപ്പോൾ ഒന്ന് കൈയടിച്ചു. ആ കൈയടിക്കുമ്പോഴേക്ക് തന്നെ ആ കംപ്ലീറ്റ് ഓഡിയൻസിനെ താങ്കൾ തങ്ങളുടെ വശത്താക്കുന്നതാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് പിന്നെ അവർക്ക് കൊടുത്ത ഉത്തരങ്ങൾ വളരെ എന്നെ അട്രാക്റ്റ് ആയിരുന്നു. മറ്റൊരു കുട്ടി ചോദിച്ചത് ഒരു യത്തീമായ കുട്ടി, ആ കുട്ടിയെ ജീവിതകാലം മുഴുവനായി സദസ്സിലൊക്കെ പോകുമ്പോൾ യത്തീമായിട്ട് ആൾക്കാരെ കാണുന്നതും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ താങ്കൾ ആ കുട്ടിക്ക് ഉത്തരം കൊടുക്കുന്നതിന് പകരം സദസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് സദസ്സിനോട് പറയാണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും യത്തീമിനോട് എങ്ങനെ പെരുമാറണം, എന്നിട്ടാണ് ആ കുട്ടിക്ക് ഉത്തരം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾക്ക് ഈ ഇൻസ്റ്റൻ്റായ ഈ ആൻസറുകൾ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതമാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇത്രയുള്ളൂ. ഞാൻ ഈ വൈകിയ വേളയിൽ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കുന്നത് ചെറിയ അപ്രിഷിയേഷൻ മാത്രം. ഇത്ര എളുപ്പമാണ്. ഇവിടുന്ന് ഇവിടേക്ക് വരുന്നതല്ല, അവിടുന്ന് ഇവിടേക്ക് വരുന്നത്. അവകാശിപ്പിക്കല്ലേ? അപ്പോൾ നിങ്ങൾ നമ്മുടെ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം.
നിങ്ങൾ കുറച്ചു കാലം ഖത്തറിൽ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി നമ്മുടെ നാട്ടിൽ ഉയരാനിരിക്കുന്ന ആ കേന്ദ്രത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ കരഞ്ഞാലും, എനിക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ കരഞ്ഞാലും കണ്ണിന്ന് വെള്ളം വരും, അത് വെറും വെള്ളമാണ്. പക്ഷെ വേറൊരാളുടെ സങ്കടം കണ്ട് ഞാനൊന്ന് കരഞ്ഞാലോ, ആ കണ്ണീര് എന്താണ്? അത് പുണ്യകർമ്മമാണ്. അത്രയാണ് വ്യത്യാസം. താങ്ക് യു വെരി മച്ച്. ഗഫൂർ സാഹിബ് പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂർ പ്രസംഗം കേൾക്കുമ്പോൾ അതിലൊരു പക്ഷേ 1 മിനിറ്റായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കടക്കുന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഗഫൂർ സാഹിബിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും നമ്മുടെ അടിത്തട്ടിലേക്ക്, മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചേരുന്നത്. ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഖത്തറിൽ ജോലി ചെയ്തതിന്റെ തെളിവായി, നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നതിന്റെ തെളിവായി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നോക്കി നമുക്കൊന്ന് കണ്ണിന് കുളിർമയേകാൻ, മനസ്സിന് കുളിരേകാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ എത്തിച്ചിരിക്കുന്ന ആ സ്ലിപ്പ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതിലെ നിങ്ങളെ വിലയേറിയ സംഭാവനകൾ എഴുതിക്കൊണ്ട് തിരിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മളെ വോളണ്ടിയേഴ്സിനോട് അത് പോയി കളക്ട് ചെയ്യണം. വോളണ്ടിയേഴ്സ് പ്ലീസ്. അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ പിൻജോമനകളാണ്. ഒപ്പന ഐന മിനാൽ റിസ്വാൻ, ആയിഷ അസ്ലം, ഹവ അഫ്സൽ, ലയാൻ റജീഷ്, ലയ ഷബീർ, ലീഷ റാഫത്ത്, റേഹ റാഫത്ത്. പ്രിയപ്പെട്ടവരെ, ഈ ഒപ്പന കഴിഞ്ഞതിന് ശേഷം ഇന്നിവിടെ വിജയികളായ ഹെന്ന കോമ്പറ്റീഷനിലും അതേപോലെ സ്നാക്സ് കോമ്പറ്റീഷനിലൊക്കെയുള്ള സമ്മാനദാനങ്ങളുണ്ട്. വിജയികൾ ആരാണെന്ന് നിങ്ങൾക്ക് ഈ ഒപ്പനയ്ക്ക് ശേഷം അറിയാം. കാത്തിരിക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ഭക്ഷണം ഇവിടെ റെഡിയാണ്. പോകുമ്പോൾ ഭക്ഷണവുമായിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ പാടുള്ളൂ. ഒപ്പന ആരംഭിക്കുന്നു. ദേവി പുന്നാര മതി ജാബി ചമഞ്ഞുവല്ലോ.
നമ്മുടെ ഭാവിയിലെ കൊച്ചു സുന്ദരി കുട്ടികൾ ഈ കുട്ടികൾക്കുള്ള സമ്മാനമാണ് ഇനി. ഈ കുട്ടികളുടെ ഡാൻസ് പഠിപ്പിച്ച കോറിയോഗ്രാഫറെ കൂടി ഒന്ന് വേദിയിലേക്ക് എടുക്കുകയാണ്. ഷംല റിസ്വാൻ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. കുട്ടികൾ സമ്മാനം നൽകാൻ വേണ്ടി സിദ്ര റിയൽ എസ്റ്റേറ്റിന്റെ ഷംസീറിനെയും അബ്ദുൽ വാഹിദ് നെല്ലിയോട്ടിലെയും രണ്ടുപേർക്കും കൊടുക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കാം. ഷംസീർ, ആയിഷ അസ്ലം, മണവാട്ടിക്ക് നല്ലൊരു കൈ കൊടുക്കും. അയാന മിനാൽ, അബ്ദുൽ വാഹിദ്, അയാന മിനാൽ, Zahir and Sabir, please come to the stage. Couple officer, Zahir and Sabir. Liana officer, Zahir, please. Liana officer, Liana Shabir and Lisha Rafatin, Rauf and Maruf P. Rauf. Lisha Rafat, Maruf P. Maruf Paramat. Rahna Rafat, Faisal Acharit. Rahna Rafat, Lam Fausia, Faisal Acharit. Choreographer के नलवर ये होते शमला रिजवान, मिर्शा सम्मान. जनरल एग्जीक्यूटिव ऑफिसर. Thank you. അടുത്തത് മക്കൾ നല്ലൊരു കൈ കൊടുത്തത്. അടുത്തത് നമ്മുടെ ഈ പരിപാടിക്ക് ജഡ്ജ്മെന്റ് ചെയ്ത ഷഹാന ഇലിയാസ് ആൻഡ് നസീഹ മജീദ്. അവർ കുറെ നേരം കാത്തുനിന്ന് അവരുടെ സമ്മാനം പ്രസിഡന്റ് സെക്രട്ടറി പിറകിൽ നിന്ന് കൊടുത്ത് അവർക്ക് പോകാൻ തീരുമാനം അവർ പോയി. അതേപോലെ തന്നെ ഈ മനോഹരമായ ബാനർ ഡിസൈൻ ചെയ്ത് മജീദ് നാദാപുരത്തിൻ്റെ സമ്മാനം ഞങ്ങൾ നൽകി കഴിഞ്ഞു. സെക്രട്ടറി ട്രഷറി ഇപ്പോൾ വന്ന് പറഞ്ഞത് നമ്മൾ നൽകിയ സ്ലിപ്പ് എല്ലാം ഒന്ന് തിരിച്ച് നൽകണം എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് പോസ്റ്റർ ആദ്യം ഡിസൈൻ ചെയ്ത് തന്ന റഫാത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ റഫാത്ത്, അദ്ദേഹത്തിന് ചെറിയൊരു ഉപഹാരം നൽകാൻ വേണ്ടി നമ്മുടെ കരീം സാഹിബിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കരീം സാഹിബ്, നിങ്ങൾക്ക് കയ്യിൽ തന്ന ആ സ്ലിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട സഹീർ ബോക്സുമായിട്ട് വരുന്നത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ വളരെ നന്നായി. റഫാത്താണ് നമ്മുടെ തുടക്കത്തിലുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തത്. താങ്ക് യു കരീം നമ്മുടെ സ്പോൺസർ കൂടിയാണ്. എന്നോട് എപ്പോൾ ചേർന്ന് നിൽക്കുന്നതാണ്. താങ്ക് യു. ഇനി നിങ്ങൾ കാത്തിരുന്ന സമ്മാനത്തിന്റെ പ്രഖ്യാപനമാണ്. ആദ്യം ഹെന്നയിലേക്ക് പോകാം. ആരായിരിക്കും? ജസ്റ്റ് ടെമ്പററി ആർക്കെങ്കിലും ഹെന്നയിൽ പങ്കെടുത്ത ആ വിജയിക്കുന്ന രണ്ടുപേരും പറഞ്ഞ് ഇട്ട് കൊടുത്ത ആളും കൈവച്ച ആളും രണ്ടുപേരും നിങ്ങളിലേക്ക് നോക്കി. മൂന്നാം സമ്മാനം നൽകുന്നതിന് വേണ്ടി ഞാൻ ആദ്യം അൻസാർ ടിക്കെയും മിസ്റ്റർ ഷഫീഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകാൻ. എന്നിട്ട് അൻസാർക്ക് പുറത്തുവിട്ടുണ്ട്. ഷഫീഖ്
അൻസാർ. അൻസാറിലേക്ക് ഷെഫീഖ് വേദിയിലേക്ക് വരും. അപ്പൊ മൂന്നാം സമ്മാനം ഫാത്തിമ ഷെറിൻ. നല്ല കൈയടിയോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫാത്തിമ ഷെറിനെയും അതേപോലെ മൈലാഞ്ചി കൈ അണിഞ്ഞവരും അണിയിച്ചവരും വേദിയിലേക്ക് വരും. അൻസാർക്കാർ ഷെഫീഖ് പ്ലീസ് കം. താങ്ക് യു. രണ്ടാം സമ്മാനം. താങ്ക് യു സർക്കാർ. താങ്ക് യു ഷഫീഖ്. മൈലാഞ്ചി മത്സരത്തിലെ രണ്ടാമത്തെ സമ്മാനം ജസ്മിന റനീസ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി വാഹിദ് പി പി ആൻഡ് ഇസ്മത്ത്. വാഹിദ് പി പി ആൻഡ് ഇസ്മത്ത് വേദിയിലേക്ക് വരിക. ഇസ്മത്ത്. ജസ്മിന റനീസും പാർട്ണർ. പ്ലീസ് ഒന്ന് സ്പീഡ് ആപ്പ്. ഇസ്മത്ത്. ഇത് നിങ്ങൾ കാത്തിരുന്ന ഒന്നാം സമ്മാനം ആരായിരിക്കും വിജയം? 12 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 10 പേര്. ഒന്നാം സമ്മാനം അത് നൽകുന്നതിന് വേണ്ടി അൽ ഖിദ്മയുടെ നമ്മുടെ സ്പോൺസർ മിസ്റ്റർ അസ്ലമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ റിയാസ് ചാലക്കനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്പോൺസർ മിസ്റ്റർ അസ്ലം ആൻഡ് റിയാസ്. ആരായിരിക്കും വേദിയിൽ? ഒന്നാം സമ്മാനം സ്പെല്ലിംഗ് പറയട്ടെ ആദ്യത്തെ. താങ്ക് യു സർ. എമ്മിലാണ് തുടങ്ങുന്നത്. മാജിദ മഹ്മൂദ് ആൻഡ് പാർട്ണർ. അടുത്തത് സ്നാക്സ് മത്സര വിജയികളാണ്. സമ്മാനം നൽകുന്നത് ഷെർലിൻ, റഷീദ് ആൻഡ് മിസ്റ്റർ സലീം എംപിയാണ്. 3 പേരും റെഡിയായിരിക്കും. താങ്ക് യു. അടുത്തത് സ്നാക്സ് മത്സരത്തിലെ വിജയികളാണ്. സമ്മാനം നൽകുന്നത് മൂന്നാം സമ്മാനം നൽകുന്നത് മിസ്റ്റർ ഷെർലിൻ ഓട്ടോ പ്രോ. പ്ലീസ് കം ടു ദിസ്. വിജയി ഫാത്തിമ സഹല. മൂന്നാം സമ്മാനം ഫാത്തിമ സഹല. പെട്ടെന്ന് രണ്ടാം സമ്മാനം നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ റഷീദിന്റെ വേദിയിൽ ക്ഷണിക്കുന്നു. മിസ്റ്റർ റഷീദ്. രണ്ടാം സമ്മാനം അർഹനായിട്ടുള്ളത് റഹീന ഷബീർ. റഹീന ഷബീർ.
താങ്ക് യു. ഒന്നാം സമ്മാനം അവസാനത്തെ സമ്മാനമാണ്. സലീം വേദിയിലില്ല എന്ന് തോന്നുന്നു. ഇല്ല. നമ്മുടെ പ്രിയങ്കരനായ തലശ്ശേരിയുടെ പ്രസിഡന്റ് മിസ്റ്റർ റിസ്വിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സമ്മാനം നൽകുന്നതിന് വേണ്ടി. ആരെങ്കിലും ഗസ്റ്റ് അടിക്കുന്നുണ്ടോ? ഒന്നാം സമ്മാനം ഓപ്ഷൻ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗത്തിന്റെ ബാക്കി പറയുന്നത് റിസ്വാന റഫ. റിസ്വാന താങ്ക് യു മിസ്റ്റർ റിസ്വി. താങ്ക് യു, താങ്ക് യു. കുറച്ച് പാട്ടുകളും കൂടി നമുക്ക് ആസ്വദിക്കാം. അതിനുശേഷം നമുക്ക് പിരിയഡ് 4-5 പാട്ട് വരെ എല്ലാവരും നിൽക്കണം. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒന്ന് വേദിയിലേക്ക് വരിക. ഗഫൂർ സാഹിബിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഒന്ന് പെട്ടെന്ന് വരിക. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്ലീസ്. ഗഫൂർ സാഹിബ് പ്ലീസ്. വരൂ എല്ലാ എക്സിക്യൂട്ടീവ് അവരുടെ പാട്ട് കൊടുക്കണം. Check, 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 check.